Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 4 സെമസ്റ്റർ എക്സാംസ് ജൂൺ 19 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് 5 പേപ്പേഴ്സിന്റെയും BCom BBA സ്റ്റുഡൻസിന്റെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SC ചോദ്യങ്ങൾ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സബ്ജക്റ്റിന്റെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം BCom BBA സ്റ്റുഡൻസിന് എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് എക്സാം ഓറിയന്റഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 4 സെമസ്റ്ററിലെ QT അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് ഈ 2 പ്രോബ്ലം പേപ്പേഴ്സിന്റെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് അവൈലബിൾ ആണ്. നമ്മൾ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. ഇതാ പിടിച്ചോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ SC ചോദ്യം ഇതാണ്. നമുക്കറിയാം ഇവിടെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് 2 സബ്ജക്റ്റുകളുടെ മിക്സ് ആണ്. 4 SC ആണ് നമുക്ക് വരുന്നത്. അതില് 3 essays വരുന്നത് ബാങ്കിങ്ങിൽ നിന്നും, 1 essay വരാ ഇൻഷുറൻസിൽ നിന്നുമാണ്. ഈ ഒരു പ്രൊപ്പോർഷൻ ആണ് സാധാരണ കണ്ടുവരാറ്. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ കണ്ടുവന്നുള്ള ഒരു ചോദ്യമാണ് വാട്ട് ഈസ് ക്രെഡിറ്റ് കൺട്രോൾ. നിർബന്ധമായി നോക്കിയിരിക്കണം. What is credit control? Then credit control measures adopted by RBI. What is credit control and credit control measures adopted by RBI. നിർബന്ധമായി നോക്കിയിരിക്കണം. RBI നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ റിലേറ്റ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ മിക്ക പേപ്പറിലും വരുന്നതാണ്. അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് RBI വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫങ്ഷൻസ് ഓഫ് RBI റിപ്പീറ്റ് ആണ് കേട്ടോ. ഇതൊക്കെ സ്കിപ്പ് ചെയ്യരുത്. ഇനി RBIയുടെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നെക്സ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ്. സോ നെക്സ്റ്റ് അതാണ് പഠിക്കേണ്ടത്. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഫങ്ഷൻസ് പെർഫോംഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നിർബന്ധമായും പഠിച്ചിരിക്കണം. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് റോൾ പെർഫോംഡ് ബൈ ബാങ്ക്സ് ഇൻ ദ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി. പ്രാവശ്യം വന്നിട്ടുള്ളതാണിത്. ഇക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി നിർബന്ധമായും പഠിച്ചിരിക്കണം. വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ്. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 2 മാർക്സിനും ഉപകാരമായിരിക്കും. ടൈപ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട് അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ് followed for opening a bank account. A bank account ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരു പ്രാവശ്യം നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. ഇനി മറ്റൊരു റിപ്പീറ്റ് ക്വസ്റ്റ്യനിലോട്ടാണ് പോകുന്നത്. കോർ ബാങ്കിങ് എന്താണ് ചോദിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അഡ്വാൻറ്റേജസ്, അത് ചില സമയത്ത് 5 മാർക്സിൻ്റെ ചോദ്യമായിട്ടും വരാറുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് നിർബന്ധമായി നോക്കിയിരിക്കണം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ്. അത് 5 മാർക്കിനും SAയ്ക്കും ചോദിക്കാറുള്ളതാണ്. സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമർ ആരാണ്? സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് പലപ്പോഴും റിപ്പീറ്റ് ആണ്. മൈനർ അല്ലേ, അതിലുള്ള എല്ലാവരെയും നോക്കിയിരിക്കണം. ഇനി നെക്സ്റ്റ് ഇൻഷുറൻസിൻ്റെ ഏരിയയിൽ നിന്ന് എന്തായാലും നമുക്കൊരു essay പ്രതീക്ഷിക്കാം. അതിപ്പോൾ
സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഷുറൻസ് നിർബന്ധമായി നോക്കിയിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ ഇൻഷുറൻസ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫങ്ഷൻസ്. ഇൻഷുറൻസ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിർബന്ധമായും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഫങ്ഷൻസ്. എന്തെങ്കിലും ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള, ഇൻഷുറൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എസ്സേ കമ്പൽസറി ആണ്. 4 എസ്സേയിൽ ഒരെണ്ണം ഇൻഷുറൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് ബേസിക്സ് ആണ് സാധാരണ ചോദിക്കാറ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. ദെൻ ലൈഫ് ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള കാര്യവും നോക്കണം കേട്ടോ. ലൈഫ് ഇൻഷുറൻസ് അത് മിക്കതും ഇത് തന്നെയാണ്, മെജോറിറ്റി സിമിലർ ആയിട്ട് വരാറുണ്ട്. ലൈഫ് ഇൻഷുറൻസ് എന്താണ്, ലൈഫ് ഇൻഷുറൻസിനെ പറ്റിയിട്ട്, ലൈഫ് ഇൻഷുറൻസ് അതിൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കേട്ടോ, സിഗ്നിഫിക്കൻസ്. ഓക്കെ, ദെൻ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ചോദിച്ചിട്ടുള്ളത്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്താണ്, സ്കീംസ് ആൻഡ് ടൈപ്സ് നിർബന്ധമായി നോക്കിയിരിക്കണം കേട്ടോ. സ്കീംസ് ആൻഡ് അതുപോലെ തന്നെ ആൻഡ് ടൈപ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് പ്രതീക്ഷിക്കുന്ന എസ്ഐ ചോദ്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്, അല്ലെങ്കിൽ ഇതിനേക്കാൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ കണ്ടുവന്നുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ നിന്നൊരു 4 എണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു അതിൽ 3 എണ്ണം നമുക്ക് വരുന്നത് ബാങ്കിങ് ഏരിയയിൽ നിന്നും, 1 എണ്ണം വരുന്നത് ഇൻഷുറൻസിൽ നിന്നുമാണ്. സോ RBIയുടെ ഫങ്ഷൻസും മറ്റു കാര്യങ്ങളും റിപ്പീറ്റ് ആണ്. കൊമേഴ്ഷ്യൽ ബാങ്ക് റിപ്പീറ്റ് ആണ്. ദെൻ റോൾ പെർഫോംഡ് ബൈ ബാങ്ക്സ് ഇൻ ദി ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. ദെൻ ടൈപ്സ് ഓഫ് ബാങ്ക്, എങ്ങനെയാണ് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, അത് വരാറുണ്ട്. ദെൻ കോർ ബാങ്കിങ് വരാറുള്ളതാണ്. സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ്. ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഷുറൻസിനെ പറ്റിയുള്ളത്, ലൈഫ് ഇൻഷുറൻസോ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ റിപ്പീറ്റ് ആണ്. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ള മറ്റൊരു കാര്യം, അത് 5 മാർക്കിൻ്റെയിലേക്കും വരാറുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെക്ക് എന്താണ്, ദെൻ അതിൻ്റെ ടൈപ്സ്, അതുപോലെ തന്നെ ക്രോസിങ് എന്താണ്, ദെൻ അതിൻ്റെ ടൈപ്സ്. ഇത് ചില സമയത്ത് 5 മാർക്കിൻ്റെയിലാണ് കാണാറ്, ബട്ട് അത് തിരിച്ച് എസ്ഐക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ അതൊന്ന് നോക്കിയിരിക്കണം. അത് എസ്ഐക്കും അതുപോലെ തന്നെ 5 മാർക്സിനും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന എസ്ഐ ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ്. സോ നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 മാർക്സിന്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് പെട്ടെന്ന് തന്നെ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.